Good evening. Welcome to the election channel. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം. പ്രചാരണ രംഗത്ത് പുതിയ വിവാദങ്ങൾ ചൂടുപിടിക്കുകയാണ്. പ്രതിപക്ഷം FCRA ഭേദഗതി ബില്ലിനെതിരെ ആഞ്ഞടിച്ചത് ഡൽഹിയിലാണ്. പക്ഷേ അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാകുന്നത് കേരളത്തിലാണ് എന്നുറപ്പാണ്. രാഷ്ട്രീയ പ്രതിഫലനം ഏറ്റവും ശക്തമായി അനുഭവപ്പെടുന്നത് കേരളത്തിൽ തന്നെയാണ് എന്ന് വ്യക്തം. ലോക്സഭയിൽ ഇന്ന് ബില്ല് അവതരിപ്പിക്കില്ല എന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പ്രഖ്യാപിച്ചു. അത് തന്ത്രപരമായ ഒരു നീക്കമാണ് എന്ന് വ്യക്തമായിരുന്നു. ക്രൈസ്തവ സഭകളുടെ ആശങ്ക പരിഹരിക്കാതെ ബിൽ പാസാക്കില്ല എന്ന് രാജീവ് ചന്ദ്രശേഖരും ഉറപ്പിച്ച് പറയുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ ഈ വിഷയം ഗൗരവത്തിൽ താൻ എടുത്തിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. അമിത്ഷായുമായി കൂടിയാലോചനകൾ നടത്തി എന്ന് അറിയിക്കുന്നു. അതേസമയം പ്രചാരണ രംഗത്ത് ഇന്നും ശക്തമായി നിലയുറപ്പിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ. വീണ്ടും BJPക്കെതിരെ മുന്നറിയിപ്പുകൾ നൽകുകയാണ് മുഖ്യമന്ത്രി. മാരീച വേഷങ്ങളിൽ വാഗ്ദാനങ്ങളുമായി എത്തുന്ന BJPയെ വിശ്വസിക്കരുത് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. മറുവശത്ത് മുഖ്യമന്ത്രിയെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നു VD സതീശൻ. പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് കണ്ടം വഴി ഓടുന്ന ആളാണ് മുഖ്യമന്ത്രിയെന്നും അങ്ങനെയുള്ള ഒരാളോട് എങ്ങനെ ഫേസ്ബുക്ക് സംവാദം നടത്തുമെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. കേരള തിരഞ്ഞെടുപ്പിലെ പ്രധാന രാഷ്ട്രീയ ആയുധങ്ങൾ മാറുകയാണോ? മതസമവാക്യങ്ങൾ മാറുകയാണോ? വോട്ട് ബാങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള സ്വാധീനങ്ങൾ നടക്കുന്നു? നോക്കാം ഇന്നത്തെ ഇലക്ഷൻ ചാനൽ. വെൽക്കം ടു ദി ഇലക്ഷൻ ചാനൽ. G. സുധാകരനെ രൂക്ഷമായി വിമർശിച്ചാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്തകളിൽ നിറഞ്ഞു നിന്നത്. BJP വോട്ട് വാങ്ങാനാണ് G. സുധാകരൻ പദ്ധതിയിടുന്നത് എന്ന തരത്തിലുള്ള പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വന്നത്. BJPയുടെ കൂടി സ്ഥാനാർത്ഥിയാണ് G. സുധാകരൻ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വ്യതിയാനങ്ങളിൽ ശക്തമായി പാർട്ടിക്കൊപ്പം ഉറച്ചു നിന്ന മണ്ണാണ് ആലപ്പുഴയിലേത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അവസരവാദികളുടെ നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടാകില്ല എന്ന് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു. കേൾക്കാം ആ ഇടിവിട്ട് ബൈറ്റ്. അദ്ദേഹം ചെന്നുപെട്ട ക്യാമ്പിനെ നല്ല നിലക്ക് പിന്താങ്ങുന്നതിന് വേണ്ടി അവരുടെ മുന്നിൽ ഇദ്ദേഹം ഒരു യോഗ്യനാണെന്ന് കാണിക്കാൻ വേണ്ടി ഏതിനെയും തള്ളിപ്പറയാൻ അദ്ദേഹം തയ്യാറാണ്. അദ്ദേഹം അതിനേക്കാളും അപ്പുറവും പറയും. അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ തൻ്റെ ഭൂതകാലം അദ്ദേഹത്തിന് നിഷേധിക്കണം. അപ്പോൾ ഭൂതകാലത്തെ ഏതെല്ലാം തരത്തിൽ ഇപ്പം ചേർന്നവർക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുമോ അതിനു വേണ്ടിയുള്ള ശ്രമം അദ്ദേഹം നടത്തും. അതിന് CPIMനെയും CPIMൻ്റെ പ്രധാനികളെയും നല്ല നിലക്ക് ആക്രമിക്കാൻ അദ്ദേഹം തുനിയും. അതാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ശക്തമായ രൂക്ഷമായ ഭാഷയിൽ ഇന്ന് വളരെ നേരം സമയമെടുത്താണ് മുഖ്യമന്ത്രി G. സുധാകരനെ വിമർശിച്ചത്. CPM എന്ന പ്രസ്ഥാനമാണ് സുധാകരനെ വിദ്യാർത്ഥി പ്രായം മുതൽ വളർത്തിക്കൊണ്ടുവന്നത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പാർട്ടിയും ജനങ്ങളുമാണ് അദ്ദേഹത്തെ ജയിപ്പിച്ചത്. പലതവണ ജയിപ്പിച്ച ആ കാര്യം ഓർമ്മിക്കണം എന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നു. ഇപ്പോൾ ലഭിച്ചിട്ടൊന്നും പാർട്ടിയുടെ വോട്ടല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. അത് തികഞ്ഞ നന്ദികേടാണെന്നും ജനങ്ങൾ അത് പരിഹാസത്തോടെ മാത്രമേ കാണൂ എന്നും മുഖ്യമന്ത്രി G. സുധാകരനെതിരെ ആഞ്ഞടിച്ചു. തെരഞ്ഞെടുപ്പിൽ BJP വോട്ട് ലഭിക്കുമെന്ന് സുധാകരൻ പരസ്യമായി പറയുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കി. BJPയുടെ കൂടി സ്ഥാനാർത്ഥിയായി മാറിയതിൻ്റെ തെളിവായാണ് ഇതിനെ കാണേണ്ടത് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അപ്പോൾ ഇത്തരം അവസരവാദികളെ കൂട്ടുപിടിക്കുന്നതിലൂടെ കോൺഗ്രസും UDFും തങ്ങളുടെ രാഷ്ട്രീയ പാപ്പരത്വമാണ് വെളിപ്പെടുത്തുന്നത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ആക്ഷേപം. G. സുധാകരൻ കോൺഗ്രസിൻ്റെ ഭാഗമാകാനുള്ള ഒരു തീരുമാനമുണ്ടായത് ഒരു സുപ്രഭാതത്തിലുണ്ടായ ഒരു സംഭവമല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അത് കരുതിക്കൂട്ടി നേരത്തെ എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. കോൺഗ്രസിൻ്റെ നേതാക്കളെ അദ്ദേഹം നേരത്തെ കണ്ടിട്ടുണ്ടാകും, ആലോചനകൾ നടന്നിട്ടുണ്ടാകും. ഈ ആലോചനയിൽ 15,000-ഓളം CPIMൻ്റെ വോട്ടുകൾ കിട്ടും എന്ന് G. സുധാകരൻ കോൺഗ്രസ് നേതാക്കളെ ധരിപ്പിച്ചു കാണും. അവർക്ക് അത് ഒരുപക്ഷെ ഇഷ്ടപ്പെട്ട് കാണും, അവരത് അംഗീകരിച്ചു കാണും. BJPയുടെയും കോൺഗ്രസിൻ്റെയും വോട്ടുകൾ നേടി ജയിക്കാൻ
കഴിയുമെന്നാണ് ജി സുധാകരൻ്റെ കണക്കുകൂട്ടൽ എന്ന് മുഖ്യമന്ത്രി പറയുന്നു. കോൺഗ്രസ് പാളയത്തിലെത്തിയ സുധാകരൻ അവരുടെ പ്രീതി പിടിച്ചുപറ്റാൻ വേണ്ട നടപടികൾ ചെയ്യുന്നു എന്നും മുഖ്യമന്ത്രി ആക്ഷേപിക്കുകയാണ്. എന്തും പറയുന്ന അവസ്ഥയിലേക്ക് മാറി എന്ന് അദ്ദേഹം പറയുന്നു. കൂടുതൽ രാഷ്ട്രീയ ജീർണതയിലേക്കാണ് ജി സുധാകരൻ പോകുന്നത് എന്ന് മുഖ്യമന്ത്രി ആക്ഷേപിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ തൊപ്പിവെച്ചിരിക്കുന്ന സുധാകരൻ തൻ്റെ പുതിയ യജമാനന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പഴയ പോരാട്ടങ്ങളെയും രക്തസാക്ഷികളെയും ഒക്കെ തള്ളിപ്പറയുകയാണെന്ന് മുഖ്യമന്ത്രി ആക്ഷേപിക്കുന്നു. അമ്പലപ്പുഴ ദീർഘകാലമായി LDF വിജയിച്ച ഒരു മണ്ഡലമാണെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. LDFനെ പരാജയപ്പെടുത്താൻ BJPയുടെ കൂടി സഹായം തേടുന്നു ജി സുധാകരൻ എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതെന്തൊരു ഗതികേടാണ് എന്ന തരത്തിലാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. ഞങ്ങളെ തകർക്കാം എന്നത് വ്യാമോഹം മാത്രമാണ് എന്ന് മുഖ്യമന്ത്രി ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഇത്തവണയും LDFനോടൊപ്പം അമ്പലപ്പുഴ നിൽക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് ജനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്. സലാം തന്നെ ജയിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിക്കുകയാണ്. കൃഷ്ണപിള്ള സ്മാരകം തകർത്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഇന്ന് മുഖ്യമന്ത്രി ചർച്ച ചെയ്തു. ഇപ്പോൾ സുധാകരൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പുതിയ ക്യാമ്പിൽ സ്വീകാര്യത കിട്ടാനുള്ള ശ്രമങ്ങളുടെ മാത്രം ഭാഗമാണ്. സജി ചെറിയാനെ പോലുള്ള ആളുകളെ ജില്ലയിൽ വളർന്നു വരുന്ന നേതാക്കളോടുള്ള വിരോധമാണ് ഇത്തരം പ്രസ്താവനകൾക്ക് പിന്നിൽ എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അപ്പോൾ പുന്നപ്ര വയലാർ സമര സേനാനികളുടെ മണ്ണായ ആലപ്പുഴ തങ്ങൾക്കൊപ്പം നിൽക്കും എന്ന തികഞ്ഞ ആത്മവിശ്വാസം ആണ് മുഖ്യമന്ത്രിക്കുള്ളത്. ഇവിടെ ഒന്നും സംഭവിക്കില്ലെന്നും ഒരു വോട്ട് പോലും നഷ്ടമാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ആലപ്പുഴയിൽ LDF മികച്ച വിജയം നേടും എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതേസമയം ജി സുധാകരന് ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായി അവിടെ ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങളനുസരിച്ച് അമ്പലപ്പുഴയിൽ സജീവമായി നടക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ചില വിവാദങ്ങളും നടക്കുന്നുണ്ട്. ജി സുധാകരൻ്റെ ഡ്രൈവർക്ക് ഇന്ന് വധഭീഷണി ഉണ്ടായി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഇറങ്ങിയാൽ കൊലപ്പെടുത്തും എന്നായിരുന്നു ഭീഷണി. 2 നമ്പറുകളിൽ നിന്നാണ് ഫോൺ വന്നത്. 4 തവണ ഫോൺ വരികയും ചെയ്തു. ഡ്രൈവർ പ്രദീപ് കുമാർ പുന്നപ്ര പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. CPM പുന്നപ്ര സെൻട്രൽ ലോക്കൽ കമ്മിറ്റി അംഗമാണ് പ്രദീപ് കുമാർ. സ്വാഭാവികമായും ഈ വിഷയം വരും ദിവസങ്ങളിലും കത്തിപ്പടരും എന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റൊരു പ്രധാന വിഷയം ഇന്ന് ഉണ്ടായിട്ടുള്ളത് BJPയുടെ വോട്ട് തനിക്ക് സ്വീകാര്യമാണ് എന്ന് തളിപ്പറമ്പിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി TK ഗോവിന്ദൻ വ്യക്തമാക്കുകയാണ്. TK ഗോവിന്ദൻ ഇത് ജി സുധാകരനെതിരെ മുഖ്യമന്ത്രി ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് തളിപ്പറമ്പിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന TK ഗോവിന്ദൻ തനിക്ക് BJPയുടെ വോട്ടുകൾ സ്വീകാര്യമാണ് എന്ന് പ്രഖ്യാപിക്കുന്നത്. പിണറായി തോറ്റാലും തളിപ്പറമ്പിൽ LDF തോൽക്കരുത് എന്ന് അവരിപ്പോൾ പറയുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ജയിക്കുക എന്നതാണ് ലക്ഷ്യം എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അതോടൊപ്പം സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിലായതും ഇന്ന് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി അവിടെ ഉയർത്തപ്പെട്ടു. സംവിധായകൻ രഞ്ജിത്തിന് CPM പിന്തുണ നൽകുന്നു. പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു പിന്തുണയുണ്ട് എന്നാണ് അവിടെ TK ഗോവിന്ദൻ്റെ ഒരു ആക്ഷേപം. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനാക്കാൻ ഇത് MV ഗോവിന്ദനെ ഇങ്ങനെ പ്രേരിപ്പിച്ച അദ്ദേഹത്തെ ഈ ഒരു പദവി നൽകാൻ MV ഗോവിന്ദനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്ന് ചോദിക്കുകയാണ് അവിടെ TK ഗോവിന്ദൻ. ആരാണ് ഇതിന് പിന്നിൽ, അത് അന്വേഷിക്കണം എന്നും TK ഗോവിന്ദൻ പറയുകയാണ്. കേൾക്കാം ആ ഒരു കനത്ത രണ്ടാമത്തെ പ്രതികരണം. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി ഇന്ന വോട്ട് വേണ്ട എന്നൊന്നും പറയാറില്ല. BJPയിലെ സാധാരണക്കാരായ എനിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായാൽ അത് സ്വാഭാവികമായും ഞാൻ സ്വീകരിക്കും. ഞാൻ ഒരാളെ വോട്ടുന്നില്ല, BJPക്ക് നിന്നില്ല, കോൺഗ്രസ് വോട്ടും തരുന്നില്ല, കമ്മ്യൂണിസ്റ്റ് വോട്ടും തരുന്നില്ല, BJP വോട്ടും തരുന്നില്ല. എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ CPMന്റെ സംസ്ഥാന സെക്രട്ടറി സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ആളാണ്. ആ സ്വാധീനത്തിന്റെ ഫലമാണ് ഇദ്ദേഹം കേസുള്ളപ്പോൾ പോലും ഇവിടെ സെക്രട്ടറിയായി ചെയർമാനായി നിയമിക്കപ്പെട്ടത്. അതുകൊണ്ട് പരിശോധിക്കണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. യെസ്, അതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളും അവരുടെ നിലപാടുകൾ മയപ്പെടുത്തുകയാണ്. SDPI വോട്ട് വേണ്ട എന്ന് പറഞ്ഞവർ അത് കിട്ടിയാൽ തരക്കേടില്ല എന്ന നിലപാടിലേക്ക് വരുന്നു. വെൽഫെയർ പാർട്ടി അനുകൂലിക്കുന്നത് ഒരു ഗുണമായി UDF ക്യാമ്പ് കാണുന്നു.
അതേപോലെ തന്നെ BJP വോട്ടുകളെ എത്രയോ ശക്തമായി വിമർശിച്ച ആളുകൾ ഇപ്പോൾ BJP വോട്ടുകൾ കിട്ടിയാൽ ഈ തെരഞ്ഞെടുപ്പിൽ വേണ്ട എന്ന് പറയാൻ തങ്ങളില്ല എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഏതായാലും ഇവിടെ ഈ ജി സുധാകരൻ ഉന്നയിച്ച ഈ വിഷയം അല്ലെങ്കിൽ ജി സുധാകരനുമായി ബന്ധപ്പെട്ട ഒരു തർക്കം പ്രധാനമായി ചേർത്തല മണ്ഡലത്തെ ശ്രദ്ധാകേന്ദ്രമാക്കുകയാണ്. അമ്പലപ്പുഴയ്ക്കപ്പുറത്തേക്ക് ചേർത്തലയെ കൂടി ശ്രദ്ധേയമാക്കുകയാണ്. കാരണം അവിടെ പി പ്രസാദിനെതിരെ ഒരു കടുത്ത നിലപാട് ജി സുധാകരൻ വെച്ചിരുന്നു. അപ്പോൾ ജി സുധാകരൻ്റെ ആ ഒരു പ്രതികരണം ചേർത്തല മണ്ഡലത്തിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാം, അമ്പലപ്പുഴയ്ക്കപ്പുറത്ത് തളിപ്പറമ്പിനപ്പുറത്തേക്ക് ഈ വിമത നീക്കങ്ങൾ ഏത് തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കും എന്ന് നോക്കുമ്പോൾ ചേർത്തലയിലെ സാഹചര്യം എന്ന് നമുക്കിന്ന് കസേരകളിൽ പരിശോധിക്കാം. ചേർത്തല മണ്ഡലത്തിൻ്റെ വിശേഷം. ചേർത്തലയിൽ ഒരു പ്രധാനമായി വന്ന ഒരു വിവാദം, അവിടെ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിനെതിരെ ജി സുധാകരൻ ഉന്നയിച്ച ഒരു വിവാദമായിരുന്നു. CPIയിൽ ആരും തനിക്കെതിരെ ഒന്നും പറഞ്ഞില്ല. ബിനോയ് വിശ്വത്തിന് പോലും അങ്ങനെ ഒരു പ്രതികരണം നടത്തണം എന്ന് തോന്നിയില്ല. അപ്പോൾ ബിനോയ് വിശ്വത്തിന് പോലും ഇല്ലാത്ത ഒരു സൂക്കേടാണ് പ്രസാദിന് ഉണ്ടായിരുന്നത് എന്ന് കഴിഞ്ഞിടെ സുധാകരൻ പറയുന്നുണ്ടായി. 6000 വോട്ടിന് കട്ടി ജയിച്ച ഒരു മണ്ഡലമാണ് ചേർത്തല എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. 18,000 വോട്ടിന് പി തിലോത്തമൻ ജയിച്ചെടുത്താണ് ഈ നൂറിനാട്ടുകാരൻ പ്രസാദ് ജയിച്ചത് വെറും 6,000 വോട്ടിനാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അതും ഒരു കൊച്ചു പയ്യനോട് അതുപോലും അയാൾ ഓർത്തില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഈ ചേർത്തല മണ്ഡലത്തിൻ്റെ ഒരു കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ചേർത്തലയിൽ 2011 അവിടെ പി തിലോത്തമന് കിട്ടുന്ന വോട്ട് 86,193 അത് ലീഡാകുന്നത് 18,318 വോട്ടിൻ്റെ ലീഡാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അതേസമയം 2016 ആകുമ്പോഴേക്കും ആ ലീഡ് 7,196 വരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. 2021 പ്രസാദ് ജയിക്കുമ്പോൾ ആ വോട്ടിൻ്റെ ലീഡ് 6,148 എന്ന സംഖ്യയിലേക്ക് ചുരുങ്ങുകയാണ്. അപ്പോൾ 83,702 വോട്ടുകൾ നേടുമ്പോൾ 6,148 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ അവിടെ ഉറപ്പിക്കാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ ചേർത്തലയിൽ പക്ഷേ UDF വോട്ടിൻ്റെ പെർസെൻറ്റേജ് 2011 തൊട്ട് പരിശോധിക്കുമ്പോൾ അത് വർദ്ധിക്കുന്നു എന്നതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. 2011 67,878 വോട്ടുകൾ ഉണ്ടായിരുന്ന മണ്ഡലത്തിൽ 2016 ആകുമ്പോൾ അത് 74,000 ഉയരുന്നു. 2021 അത് 77,000 ഉയരുന്നു. അപ്പോൾ UDFൻ്റെ വോട്ട് വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെ NDA വോട്ടുകളും വർദ്ധിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇത്തവണ അവിടെ BDJ സ്ഥാനാർത്ഥിയാണ് അഡ്വക്കേറ്റ് TP അനന്തരാജാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പോൾ 2011 55,993 വോട്ടുകൾ അവിടെ നേടിയ BDJ NDA അത് പിന്നീട് അടുത്ത 2016 ആകുമ്പോഴേക്കും അത് ക്രമാതീതമായി ഉയർത്തുന്നതിൻ്റെ കണക്കുകൾ കാണാൻ നമുക്ക് കഴിയും. 19,614 വോട്ടുകളായി ഉയർത്തുകയാണ്. പിന്നീട് അത് 14,562 വോട്ടുകളായാണ് പിന്നീട് അത് മാറുന്നത്. അപ്പോൾ BJPക്ക് അവിടെ അവരുടെ ഒരു വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ 2011 നിന്ന് വലിയൊരു മുന്നേറ്റം, പക്ഷേ അത് 2016 അതുപോലെ തന്നെ 2021 താരതമ്യം ചെയ്യുമ്പോൾ അത് വലിയ തോതിൽ ഫ്ലക്ച്വേറ്റിംഗ് ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായി ഇത്തവണ അവിടെ പി പ്രസാദ് മത്സരിക്കുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി KR രാജേന്ദ്ര പ്രസാദ് മത്സരിക്കുന്നു. BDJ സ്ഥാനാർത്ഥി TP അനന്തരാജ് മത്സരിക്കുന്നു. ആം ആദ്മി പാർട്ടി കൂടി അവിടെ ചിത്രത്തിലുണ്ട്. അപ്പോൾ ഒരു കഴിഞ്ഞ തവണ ശരത്തിനോടാണ് അവിടെ ജയിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും പ്രസാദ് അവിടെ ഒരു കൊച്ചു പയ്യനോടാണ് മത്സരിച്ചത് എന്ന് ജി സുധാകരൻ പരിഹസിക്കുകയാണ്. അയാളുടെ വിജയം ഇത്തവണ തുലാസിലാണ് എന്ന് സുധാകരൻ പറയുന്നു. സുധാകരൻ കോൺഗ്രസിൻ്റെ തൊപ്പി ധരിച്ചു നിൽക്കുന്ന ഒരു ഗതികെട്ട ചിത്രം തനിക്ക് കാണേണ്ടി വന്നു എന്ന് പ്രസാദ് പറഞ്ഞിരുന്നു. അത് തന്നെ വല്ലാതെ ദുഃഖിപ്പിച്ചു എന്നൊരു പരിഹാസം അദ്ദേഹം നടത്തിയിരുന്നു. ആ പരാമർശത്തോടാണ് ജി സുധാകരൻ ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയത്. ഞാൻ പ്രസാദിനെതിരെ ഒന്നും പറയാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. തനിക്ക് വേണമെങ്കിൽ ജില്ല മുഴുവൻ നടന്ന് പ്രസംഗിക്കാം, പക്ഷെ അതൊന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നില്ല.
പക്ഷേ പ്രസാദിന് ഗുരുത്വമില്ല എന്നാണ് ജി സുധാകരൻ്റെ കണ്ടെത്തൽ. അല്ലെങ്കിൽ പിന്നെ തനിക്കെതിരെ ഇങ്ങനെ പറയേണ്ട കാര്യമെന്ത് എന്ന് ജി സുധാകരൻ ചോദിക്കുന്നു. ജി സുധാകരൻ ചേർത്തലയിൽ വന്ന് പ്രസംഗിച്ചാലും പക്ഷേ തനിക്കൊന്നും സംഭവിക്കാനില്ല എന്നാണ് പ്രസാദ് അതിനെതിരെ വ്യക്തമാക്കിയത്. അതൊരു വെല്ലുവിളിയായി തന്നെ പരിഗണിക്കുന്നില്ല എന്ന് പ്രസാദ് പറയുകയും ചെയ്തു. അപ്പോൾ ചേർത്തലയിൽ ജി സുധാകരൻ ഒരു പ്രതിഫലനം ഉണ്ടാക്കില്ല എന്ന് പ്രസാദ് പറയുന്നു. പക്ഷെ തൻ്റെ പ്രതികരണം, താൻ നടത്തുന്ന ഈ നീക്കം അത് ചേർത്തലയെ കൂടി ബാധിക്കും എന്ന വലിയ ഒരു പ്രഖ്യാപനം അവിടെ ജി സുധാകരൻ നടത്തുന്നു. അപ്പോൾ സ്വാഭാവികമായും ചേർത്തല മണ്ഡലത്തിൽ ഒട്ടനവധി ഘടകങ്ങൾ വളരെ സുപ്രധാനമാണ്. 2021 CPI സ്ഥാനാർത്ഥി പി പ്രസാദിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ചെറിയ പൊട്ടിത്തെറികൾ ഉണ്ടായതായുള്ള വിവരങ്ങൾ അന്ന് വന്നിരുന്നു. പ്രളയകാലത്ത് കിറ്റ് കൊടുത്തതിന് അന്ന് ഒരു അംഗീകാരമൊക്കെ നേടിയ LDF സർക്കാരിലെ ഭക്ഷ്യമന്ത്രിയായിരുന്ന പി തിലോത്തമനെ തന്നെ മത്സരിപ്പിക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു. ചിലരൊക്കെ അങ്ങനെ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ CPIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ പി പ്രസാദിനാണ് അവിടെ സ്ഥാനാർത്ഥിത്വം ലഭിച്ചത്. അപ്പോൾ അന്നത്തെ CPI ജനറൽ സെക്രട്ടറി കാനം രാജേന്ദ്രനാണ് ഈ തീരുമാനം എടുത്തത്. അത് പാർട്ടിക്കുള്ളിൽ അന്നൊരു ചെറിയ ഭിന്നതയുണ്ടാക്കി. സ്ഥാനാർത്ഥിയായി പ്രസാദിനെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സഹകരിച്ചില്ല എന്നൊരു കാരണം അന്ന് മന്ത്രി പി തിലോത്തമൻ്റെ പേഴ്സണൽ സ്റ്റാഫിനെതിരെയൊക്കെ ഉയർന്നത് പലരും ഓർക്കുന്നുണ്ടാകും. അത് പലതരത്തിലുള്ള വിവാദം ആയി വരികയും പിന്നീട് ഈ കരുവ ലോക്കൽ കമ്മിറ്റി യോഗം അവിടെ ഈ പൃഥ്വിദിനെ പുറത്താക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഇതൊന്നും പ്രസാദിൻ്റെ ജയത്തെ ബാധിച്ചില്ല. കോൺഗ്രസിലെ ശരത്തിനെയാണ് അന്ന് നേരിടുകയും ചെയ്തത്. BDJS തന്നെയായിരുന്നു ആ മണ്ഡലം 2021 അവിടെ നിന്ന് മത്സരിച്ചത്. അഡ്വക്കേറ്റ് PS ജ്യോതിഷായിരുന്നു അവിടെ നിന്ന് മത്സരിച്ചത്. അതേപോലെ തന്നെ 2016 പി തിലോത്തമൻ അവിടെ കോൺഗ്രസിൻ്റെ ശരത്തിനെ തന്നെയാണ് നേരിട്ടത്. BDJS സ്ഥാനാർത്ഥി PS രാജീവായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി ഈ ഘട്ടങ്ങളിലെല്ലാം നമുക്ക് ഇതിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോഴെല്ലാം കൃത്യമായ ഒരു മേൽക്കൈ CPIക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അത് കുറയുന്ന ഒരു സൂചനയാണ്. ഈ വോട്ട് ലഭിച്ച മൊത്തം വോട്ടിൻ്റെ എണ്ണം കുറയുന്നു എന്ന സൂചനയാണ് നൽകുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ചേർത്തല വളരെ നിർണായകമായൊരു മണ്ഡലമാകുന്നു. സുധാകരൻ്റെ ആ ഒരു പ്രതികരണം അതെന്ത് പ്രത്യാഘാതം ചേർത്തലയിൽ ഉണ്ടാക്കും എന്ന് എല്ലാവരും ഉറ്റുനോക്കുകയും ചെയ്യും. ഇതിൽ മറ്റൊരു ഇന്നത്തെ ഒരു പ്രധാന സമൂഹ മാധ്യമങ്ങളിൽ വന്നൊരു വലിയ വിഷയം അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായി നടത്തിയ അഭിമുഖം സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ചർച്ചയായി. അത് അഭിമുഖത്തിന് മുൻപ് ആ ഇൻഫ്ലുവൻസർ സുജിത് ഭക്തൻ പിണറായിയോട് സംസാരിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. മുഖ്യമന്ത്രിയെ പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം പഠിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ വന്നു. അത് അവതാരകൻ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. ഞാൻ കടക്ക് പുറത്ത് എന്ന് പറയുമോ എന്ന് ചോദിക്കാം. അപ്പോൾ താങ്കൾ അത് പണ്ടല്ലേ, ഇപ്പോൾ കയറി വാടാ മക്കളെ എന്നാണ് പറയുക എന്ന് ഉത്തരം നൽകണം. ആ ഒരൊറ്റ ഡയലോഗ് വൈറലാകും എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഈ വീഡിയോയിൽ വന്നത്. അതാണ് ഈ മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്ന ഒരു നിർദ്ദേശമായി ആ വീഡിയോയിലുള്ളത്. ദൃശ്യത്തിൽ അതിന് മുഖ്യമന്ത്രി സമ്മതിക്കുന്നതായും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടു. ഏതായാലും വീഡിയോ പുറത്തു വന്നതോടെ കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ട്രോളുകൾ വ്യാപകമായി പ്രചരിപ്പിച്ചു. കടക്ക് പുറത്ത് അല്ല, ഇനി കേറിവാട മക്കളെ എന്നൊക്കെയുള്ള തരത്തിൽ അത് കാർഡുകളായും ഡിജിറ്റൽ കാർഡുകളായും ഒക്കെ പലതരത്തിൽ വന്നു. ഏതായാലും പിണറായി വിജയൻ തൻ്റെ ശൈലി മാറ്റുന്നു എന്ന ചോദ്യം അവിടെ സങ്കീർണമായി തന്നെ വരുന്നു. നമുക്കറിയാം ഈ 2017 ഈ മാധ്യമപ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. കേരളം അത് ദീർഘകാലം ചർച്ച ചെയ്ത ഒരു വിവാദമായിരുന്നു. തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിലെ സംഭവം, അവിടെ BJP RSS നേതാക്കളുമായി ഒരു സമാധാന ചർച്ചയ്ക്കാണ് പിണറായി വിജയൻ എത്തിയത്. ആ ഘട്ടത്തിലാണ് അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരോട് ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച അവിടെ എത്തിയവരോടൊക്കെ പുറത്തേക്കിറങ്ങാൻ പ്രകോപിതനായി പിണറായി വിജയൻ പറഞ്ഞത്. അപ്പോൾ കടക്ക് പുറത്ത് എന്ന ആ ഒരു പ്രയോഗം പിന്നീട് കാർട്ടൂണുകളിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒക്കെ വലിയ തോതിൽ ഇടം പിടിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് മുഖ്യമന്ത്രിക്കുണ്ട് എന്ന് പറഞ്ഞു വയ്ക്കാനുള്ളൊരു ശ്രമമാണോ ഇതിൻ്റെ ഭാഗമായി വരുന്നത്? ഇതൊരു PR സംവിധാനമാണോ? തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മുഖ്യമന്ത്രി ചിരിക്കുന്നു എന്നതൊക്കെ ഒരു വിവാദമായി കോൺഗ്രസ് ഹാൻഡിലുകൾ BJP ഹാൻഡിലുകളൊക്കെ അത് പങ്കുവയ്ക്കുകയാണ്. പിന്നീട് ഇത് ഈ ഒരു വിഷയം, അന്നത്തെ കടക്ക് പുറത്ത് വിഷയം
പല ഘട്ടങ്ങളിൽ മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തതാണ്. അതിൻ്റെ വിശദീകരണം അദ്ദേഹം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് വന്ന ഒരു സുപ്രധാനമായ വിശദീകരണം ഇങ്ങനെയായിരുന്നു: വിളിക്കാത്ത സ്ഥലത്ത് വന്നിരുന്നാൽ കടക്ക് പുറത്ത് എന്ന് തനിക്ക് പറയേണ്ടി വരും, വിളിച്ച സ്ഥലത്ത് മാത്രമേ ആളുകൾ വന്നിരിക്കാവൂ എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് അത് സംബന്ധിച്ച് പ്രതികരിച്ചു. കോഴിക്കോട് പ്രസ് ക്ലബിൽ വെച്ചും ഇതേ വിഷയം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ കടക്കപ്പുറത്ത് എന്ന് പറഞ്ഞത് വിളിക്കാതെ വന്ന സ്ഥലങ്ങളിൽ പോയിരിക്കുന്നവരെ ഉദ്ദേശിച്ചാണ്. വിളിച്ച ഇടത്തേക്ക് എവിടെയാണെങ്കിലും വിളിച്ച ഇടത്തേക്കാണെങ്കിൽ നമ്മൾ പോകാവൂ, വിളിക്കാത്ത സ്ഥലത്തേക്ക് പോകാൻ പാടില്ല, വിളിക്കാത്ത സ്ഥലത്ത് പോയി ഇരിക്കേണ്ടത് ശരിയായൊരു രീതിയല്ല, നിങ്ങൾ അങ്ങനെ വന്നിരുന്നാൽ നിങ്ങളെ ദയവായി ഒന്ന് പുറത്തു പോകുമോ എന്ന് ചോദിക്കുന്നതിന് പകരം കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിരിക്കാം. അത്ര മാത്രമേ അതിൽ ഉള്ളൂ. അതാണ് തൻ്റെ രീതിയും ശൈലിയും എന്ന് മുഖ്യമന്ത്രി അന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ 2017 ജൂലൈയിലാണ് തിരുവനന്തപുരത്ത് ഇത്തരം ഒരു ചർച്ച നടക്കുന്നത്. അന്ന് ഈ സംഘർഷങ്ങൾ അവസാനിപ്പിക്കുക എന്നതിൻ്റെ ഭാഗമായാണ് അങ്ങനെ ഒരു പദ്ധതി നടക്കുന്നത്. അന്ന് ഗവർണർ പി സദാശിവമാണ് ഇത്തരം ഒരു നിർദ്ദേശം, ഒരു സംയമന ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിനുള്ളൊരു വഴി മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെയാണ് മുഖ്യമന്ത്രിയും മറ്റ് BJP നേതാക്കളുമൊക്കെ ഒരു അനുരഞ്ജന ചർച്ച അന്ന് അതിനുവേണ്ടി തയ്യാറാവുകയൊക്കെ ചെയ്യുന്നു. ഏതായാലും അതിനിടയിൽ വന്ന ആ കടക്ക് പുറത്ത് എന്ന പ്രയോഗം വലിയ തോതിൽ പിന്നീട് ചർച്ചയാവുകയും അതിന്ന് സമൂഹ മാധ്യമങ്ങളിൽ പുതിയ ഒരു വിവാദത്തിന് വഴി ഇടുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ്. ഏതായാലും നമുക്ക് ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായ ചില സുപ്രധാനമായ പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അതിൽ ഏറ്റവും ഇന്ന് രാഷ്ട്രീയ കേരളം ഏറ്റവും ഗൗരവത്തോടുകൂടി ഉറ്റുനോക്കുന്ന മണ്ഡലം ഒന്ന് നേമമാണ്. നേമത്ത് BJPയെ വിജയിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമം എന്ന ആരോപണം വരുന്നു. CPM തിരുവനന്തപുരം ഇത്തരം ആരോപണം ഉന്നയിക്കുന്നു. റഹീമാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. BJP വിരുദ്ധ മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു. കോൺഗ്രസ് BJP ഉന്നത ഒരു കൂടിയാലോചന ഇതിൻ്റെ ഭാഗമായി ഉണ്ട് എന്നും റഹീം ആക്ഷേപിക്കുന്നു. നേമത്ത് കോൺഗ്രസ് BJPയെ വിജയിപ്പിക്കുന്നതിനുള്ള ശ്രമത്തിലാണ്. നേമത്തെ BJP വിരുദ്ധ സെക്കുലർ വോട്ടുകളെ ഭിന്നിപ്പിക്കുന്നതിന് കോൺഗ്രസ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു. എങ്ങനെയൊക്കെ BJP വിരുദ്ധ സെക്കുലർ വോട്ടുകൾ വിഭജിക്കാം, ഭിന്നിപ്പിച്ചു കളയാം എന്ന തീവ്ര പരിശ്രമത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയും കോൺഗ്രസിന്റെ നേതൃത്വം. കോൺഗ്രസിൽ സ്ത്രീകൾ നേർച്ചക്കോഴികളാണെന്ന ഒരു വിവാദ പ്രസ്താവന നടത്തുകയാണ് പത്മജ വേണുഗോപാൽ. വനിതാ മുഖ്യമന്ത്രി എന്ന സ്വപ്നം കോൺഗ്രസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ആ സ്വപ്നം രാഹുൽ ഗാന്ധിയുടെ പരാമർശം ഒക്കെ വന്നിരുന്നു. അതിനോടായിരുന്നു പത്മജയുടെ ഒരു പ്രതികരണം. പറഞ്ഞു പറ്റിക്കുന്നതാണ് കോൺഗ്രസിൻ്റെ സംസ്കാരമെന്നും പത്മജ പറയുകയാണ്. സ്ത്രീകളെ ജയിക്കാൻ പോലും കോൺഗ്രസ് സമ്മതിക്കില്ല. സീനിയർ നേതാക്കൾക്ക് പോലും കോൺഗ്രസിൽ പുല്ലുവിലയാണ്. തൃശ്ശൂരിൽ മത്സരിക്കുന്നത് ജയിക്കാനാണെന്നും രണ്ടാം സ്ഥാനത്തെക്കുറിച്ച് താൻ ആലോചിക്കുന്നേയില്ല എന്നും പത്മജ ന്യൂസ് 18 പറഞ്ഞു. കോൺഗ്രസിൽ സ്ത്രീകൾ നേർച്ചക്കോഴികളെന്ന് ആ രീതിയിലാണ് ഇപ്പോഴും പെണ്ണുങ്ങളെ ഒരാളവർ ജയിക്കാൻ സമ്മതിക്കില്ല. സീറ്റ് കൊടുക്കും. ഇപ്പോൾ ലതിക സുഭാഷിന് സീറ്റ് കൊടുത്തു. എവിടെ കൊടുത്തു? അച്യുതാനന്ദൻ സാറിനെതിരെ. ആരെങ്കിലും വിചാരിക്കും അവിടെ പോയിട്ട് ഒരു പെണ്ണ് ജയിക്കുന്നില്ല. കാരണം ആണുങ്ങൾക്ക് മത്സരിക്കാൻ ധൈര്യമില്ല അവിടെ. ആ പെണ്ണുങ്ങളെ അങ്ങോട്ട് നേർച്ചക്കോഴികളായിട്ട് അവിടെ ഇടും. അപ്പോൾ പെണ്ണുങ്ങൾക്ക് കൊടുത്തു എന്ന് പോയി അവർ ജയിക്കും വേണ്ട. അതാണ് പത്മജ വേണുഗോപാലിൻ്റെ പ്രതികരണം. രഞ്ജിത്ത് വിഷയത്തിലും ഇന്ന് വലിയ തർക്കങ്ങളുണ്ടായി. രഞ്ജിത്ത് വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ചത് മുഖം നോക്കാതെയുള്ള നടപടിയാണെന്നാണ് തിരുവനന്തപുരത്തെ LDF സ്ഥാനാർത്ഥി സുധീർ കരമനയുടെ നിലപാട്. ഇടതുപക്ഷം സ്ത്രീപക്ഷമാണ്. പരാതി വന്നപ്പോൾ നടപടിയെടുത്തു. പരാതി തെറ്റോ ശരിയോ എന്നത് വിശദമായ അന്വേഷണത്തിലൂടെ ബോധ്യപ്പെടുമെന്നും സുധീർ കരമന ന്യൂസ് 18 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ അന്നു മുതൽ ഇന്ന് വരെ എല്ലാം സ്ത്രീപക്ഷത്താണ്. സ്ത്രീകൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലുത്. IC എല്ലാം ഫോം ചെയ്ത് നമ്മുടെ സർക്കാരല്ല. അപ്പോൾ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സർക്കാർ ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് എന്തെങ്കിലും പരാതികൾ വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണല്ലോ പരാതികളുള്ളത്. പരാതികൾ വരുമ്പോൾ പരാതികൾ സ്വീകരിക്കുന്നു എന്ന് വെച്ച് പരാതികളെല്ലാം ശരിയാവണമെന്നോ തെറ്റാണെന്നോ എനിക്ക് പറയാൻ ഇപ്പോൾ പറ്റില്ല. അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. മജിസ്ട്രേറ്റിന് മുമ്പ് ഹാജരാക്കിയിട്ടുണ്ട്. അത് അതിൻ്റെ നടപടിക്രമങ്ങൾ അങ്ങനെ പോകുന്നു. അതാണ് സുധീർ കരമനയുടെ പ്രതികരണം. SDPI ആർക്ക് വോട്ട് ചെയ്യുന്നു എന്ന കാര്യം അവർ തീരുമാനിക്കട്ടെ എന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്താൽ സ്വീകരിക്കും, ഏത് പ്രാപിക്കും ഒരു ഭാവി ഉണ്ടെന്നും MA ബേബി പ്രതികരിച്ചു.
കേൾക്കാം. എന്നാൽ ഇത്തരത്തിലുള്ള സംഘടനകൾ അവരവരുടേതായ കാരണങ്ങളാൽ ഏതെങ്കിലും മണ്ഡലത്തിൽ ഒരു തരത്തിലും അവർക്ക് സ്വീകാര്യരല്ലാത്ത ചിലരെ പരാജയപ്പെടുത്തണം. ഇത്തരം സംഘടനകളുമായി സംസാരിച്ച് എന്തെങ്കിലും ധാരണയുണ്ടാക്കി അവരുടെ വോട്ടുകൾ നേടുക എന്നൊരു സമീപനമേ CPIM-നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഇല്ല. യെസ്, അതോടൊപ്പം നമുക്ക് ഇന്ന് നടന്ന ഒരു സുപ്രധാനമായ ഒരു ഇലക്ഷൻ ട്വിസ്റ്റ് നോക്കാം. തൃശ്ശൂരിൽ തന്നെപ്പോലെ ഒരു സ്ഥാനാർത്ഥിയെ നേരിടാൻ BJPക്ക് പ്രധാനമന്ത്രിയെ വന്നു എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട്. നോക്കാം ഇന്നത്തെ ഇലക്ഷൻ ട്വിസ്റ്റ് എന്താണ്. എനിക്കൊരു അത്ഭുതം തോന്നിയത് എന്നെപ്പോലും ഒരു സ്ഥാനാർത്ഥിയെ പ്രതിരോധിക്കാൻ പ്രധാനമന്ത്രി വരെ വന്നു എന്നുള്ളത് ഒരു ചലഞ്ചായിട്ടും അഭിമാനമായിട്ടും കണക്കാക്കാമല്ലോ. അദ്ദേഹം ഈ രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രിയല്ലേ, ആ നിലയ്ക്ക് എൻ്റെയും പ്രധാനമന്ത്രിയാണ്. അപ്പോൾ എനിക്കെതിരെ പ്രചരിപ്പിക്കാൻ അദ്ദേഹം വന്നു എന്നുള്ളത് ഞാനൊരു അഭിമാനമായിട്ട് എടുക്കുന്നു. എനിക്ക് ഡീൽ ഉണ്ടാക്കാനുള്ള ഒരു ശേഷിയില്ല. അതുകൊണ്ട് മനുഷ്യരുമായിട്ടുള്ള ഡീലാണ്. അത് സ്നേഹത്തിൻ്റെ ഡീലാണ്, വിശ്വാസത്തിൻ്റെ ഡീലാണ്, ചേർത്ത് പിടിക്കലിൻ്റെ ഡീലാണ്. യെസ്, അതാണ് തന്നെ നേരിടാൻ പ്രധാനമന്ത്രിക്ക് വന്നു എന്നാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ പറയുന്നത്. അത് അഭിമാനമായി കാണുന്നുവെന്നും തൃശ്ശൂരും തൻ്റെ ഒരു മത്സരം അത്ര കടുത്തതാണെന്നും ഒക്കെ അദ്ദേഹം പറയുകയാണ്. തൃശ്ശൂരിൽ ഡീലൊന്നുമില്ല, അവിടെ മനുഷ്യരായിട്ട് മാത്രമേ താൻ ഡീലുള്ളൂ എന്ന് പറയുകയാണ്. എന്തൊക്കെ വിവാദങ്ങൾ ഉണ്ടായാലും പ്രതിവാദങ്ങളും ഒക്കെ ഉണ്ടായാലും വാഗ്ദാനങ്ങൾ വന്നാലും അതിനൊക്കെ അപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പിൽ അവസാന വാക്ക് ജനങ്ങളുടേതാണ്. ഈ തെരഞ്ഞെടുപ്പും അതുതന്നെ ഈ നാടിന് ഒരു സന്ദേശമായി നൽകും. ഇന്നത്തെ ഇലക്ഷൻ ചാനൽ ഇവിടെ സമാപിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് രംഗത്തെ കൂടുതൽ ചിത്രങ്ങളുമായി നാളെ വീണ്ടും കാണാം. നന്ദി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.